നിലവിൽ ഫലസ്തീൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ ഭയാശങ്ക ഉളവാക്കുന്നതും അതിഭീകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഗസയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇസ്രായേലിൻ്റെ വിജയം കണക്കാക്കുന്നത്. പല ഘട്ടങ്ങളിലും അവർ സർവാധിപത്യം ഉണ്ടാക്കി പ്രതിരോധ സംവിധാനത്തിനെ തകർത്തുകൊണ്ട് ഗസ കീഴടക്കാനുള്ള ശ്രമങ്ങൾ 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടക്കുന്നു. കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗസയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ രാഷ്ട്രങ്ങളില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ ഗസയിലെ മധ്യ ഗസയുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് വളരെ അപകടകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പല ലോകാടിസ്ഥാനത്തിലുള്ള സർവ്വരാഷ്ട്രങ്ങളും ഇസ്രായേലിനെയും അമേരിക്കയും വിമർശിച്ചുകൊണ്ട് രംഗപ്രവേശം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രത്യേകമായ രീതിയിലുള്ള ഇളവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മധ്യ ഗസയിൽ നടക്കുന്ന സംഭവം വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. 10ഉം 15ഉം നിലയിലൊക്കെ താമസിക്കുന്ന ഫലസ്തീനികളോട് വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് ഹെലികോപ്റ്ററിനോ വിമാനം വഴിയോ ഒക്കെ വിതരണം ചെയ്തിട്ട് വല്ലാതെ സമയം കഴിയുന്നതിന് മുൻപ് തന്നെ ഇതിലേക്ക് മിസൈൽ പായിച്ചുകൊണ്ട് ഈ ബിൽഡിംഗ് തകർക്കുന്ന ഭീകര ദൃശ്യമാണ് മധ്യ ഗസയിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഉറ്റവരെയും ഉടവരെയും തന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സമയം പോലും നൽകുന്നില്ല. വളരെ അപ്രതീക്ഷിതമായി ഒരു മുന്നറിയിപ്പ് നൽകുന്നു, പിന്നീട് തൊട്ട് പിറകെ മിസൈൽ വരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അവിടെ ഈ ബിൽഡിങ്ങുകളൊക്കെ ചെതറിത്തെറിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ റോഡ് പോലും കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു ഭാഗത്തേക്ക് നടന്നു പോകണമെങ്കിലും വാഹന ഗതാഗത സൗകര്യങ്ങൾ ഏതായാലും ഇല്ല. എന്നാൽ കൃത്യമായിട്ട് നടന്നു പോലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. 20% പ്രദേശം മാത്രമാണ് മനുഷ്യവാസയോഗ്യമായിരിക്കുന്ന പ്രദേശമായിട്ട് ഇപ്പോൾ ഗസയിൽ ശേഷിക്കുന്നത്. 80% തകർന്നിരിക്കുന്നു. അവിടെ ജീവജാലങ്ങൾക്ക് പോലും നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട്, കഴിഞ്ഞ പ്രാവശ്യം ദോഹയിൽ കൂടിയ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 2 വർഷം കൊണ്ട് ഈ 6 രാഷ്ട്രങ്ങളെ, 7 രാഷ്ട്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു. അതിൽ ഫലസ്തീനിൽ നിന്ന് തുടങ്ങി സിറിയ, ലെബനാൻ, ഇറാൻ, യമൻ, ഖത്തർ, ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ മിസൈൽ പതിച്ചത്. മിസൈൽ പൊട്ടിത്തെറിച്ചു. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇസ്രായേൽ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് തെറ്റിയിട്ട് വീണു പോയതാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയ നിരീക്ഷകർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചക്കിടയിൽ പറഞ്ഞു, അതൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈജിപ്ത്. വല്ല കാരണവശാലോ ഹമാസിനെയോ അല്ലെ ഫലസ്തീനെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആക്രമിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്നൊരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈജിപ്തിന് നൽകി. അതുകൊണ്ടാണ് അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഈ പറയപ്പെട്ട മിസൈൽ ആക്രമണം നടത്തിയത്. അല്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത രാഷ്ട്രമൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നതിനാൽ അവർ കൃത്യമായ രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 7 രാഷ്ട്രങ്ങളെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. 8ാമത്തെ രാഷ്ട്രമായിട്ട് ഇപ്പോൾ പറയുന്നത് തുർക്കിയാണ്. തുർക്കിയെ ചൂണ്ടിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തുർക്കിയുമായിട്ടുള്ള ആക്രമണം ഇറാനേക്കാണ് ഭീകരമായിരിക്കും എന്നതിനാൽ ആ ആക്രമണ രീതികളിലേക്കൊന്നും ഇസ്രായേൽ മുതിരില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട്, ഹമാസിനെ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുർക്കി ആക്രമിക്കും, പല ഹമാസിന്റെ നേതാക്കന്മാരുള്ളത് തുർക്കിയിലാണ് എന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഈ രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ സമയത്തും ഗസയിൽ യുദ്ധം നടക്കുന്നു. ഗസയിൽ യുദ്ധം നടത്താൻ വേണ്ടി ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വിങ്ങിനെ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുണ്ട്. അവർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ലോക ശ്രദ്ധ മാറുന്നതിനനുസരിച്ച് ഗസയിലുള്ള യുദ്ധത്തിന് ഇളവുകളില്ല. മാത്രവുമല്ല, ഈ മറ്റ് ലോക രാജ്യങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് ഗസയ്ക്ക് ഒരു പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയകൾ നൽകുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ആക്രമിക്കാനൊക്കെ വളരെ എളുപ്പമാണ് എന്ന് ചുരുക്കം. കാരണം മീഡിയകളെയും പത്രങ്ങളെയും ലോകരാജ്യങ്ങളൊക്കെ പേടിക്കുന്നുണ്ട്.
അവരാണ് ഈ വാർത്തകളൊക്കെ ലോകത്ത് എത്തിച്ചു കൊടുക്കുന്നത്. അതൊരു നാണക്കേടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് അറിയാവുന്നതാണ്. ഇപ്പൊ സിറിയയിൽ ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു. അതോടനുബന്ധിച്ച് ഒരു 5-10 ദിവസത്തോളം അത് തന്നെയായിരുന്നു പ്രധാനമായിരിക്കുന്ന വാർത്ത. അപ്പോഴും എന്ത് നടക്കുന്നുണ്ട്? ഗസക്കകത്ത് ആക്രമണം നടക്കുന്നുണ്ട്. പിന്നെ ലെബനാനിൽ ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അങ്ങനെ ഓരോരോ രാജ്യത്തും ആക്രമണം നടത്തുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ടറിയോ? അവിടെ യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അന്താരാഷ്ട്ര മീഡിയകൾ വലിയ പ്രാധാന്യം നൽകും. ഒരു 5-10 ദിവസം യഥാർത്ഥത്തിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ നടക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം, ആരും ശ്രദ്ധിക്കപ്പെടാത്ത വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ പ്രകാരം 7 രാഷ്ട്രങ്ങളെ ആക്രമിച്ചു, 10-ലധികം രാഷ്ട്ര തലവന്മാരെ കൊലപ്പെടുത്തി. ഈ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് വാർത്താ മീഡിയകളും അന്താരാഷ്ട്ര റിപ്പോർട്ടുകളെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് കഴിഞ്ഞു പോകുന്നൊരു സ്ഥിതിയുണ്ട്. അത്തരമൊരു സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും യൂറോപ്യന്മാരെ യുദ്ധമുഖത്ത് സൃഷ്ടിക്കാറുണ്ട്. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ആദ്യം ചെയ്തത് സദാം ഹുസൈൻ്റെ കൊട്ടാരം ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിത കവാടവും സുരക്ഷിത മേഖലയുമായിരിക്കുന്ന കൊട്ടാരത്തെ അതിഭയങ്കരമായിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച മിസൈലുകൾ കൊണ്ട് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ റിപ്പോർട്ടുകൾ അതിനോടനുബന്ധിച്ച് പുറത്തു വന്നു. പിന്നെ ചർച്ചയായിരുന്നു. ഈ ചർച്ച BBC-യും റോയിട്ടേഴ്സും ഒക്കെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം നൽകി. ഈ അൽ ജസീറ പോലുള്ള ചാനലുകൾ അന്നത്ര സജീവമല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടതുമില്ല. പിന്നീട് ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ ചർച്ചയിലും ഈ വിഷയമാണ് വരുന്നത്. ആ സമയത്തൊക്കെ ഇറാഖിൽ യുദ്ധം നടക്കുന്നുണ്ട്, നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്, സൈനികർ വെടിയേറ്റ് മരിക്കുന്നുണ്ട്. മരിച്ച സൈനികരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ പറ്റാതെ നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ ചെതറിക്കിടക്കുന്നതൊക്കെ പല വീഡിയോയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ കഴിഞ്ഞ വർഷം മെയ് മാസം 19-ാം തീയതിയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത്. അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്രാമധ്യേ ഹെലികോപ്റ്റർ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെടുന്നു. ആ സമയത്ത് തന്നെ ഒരുപാട് ദുരൂഹത ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. 3 ഹെലികോപ്റ്ററാണ് യാത്ര ചെയ്തത്. 2 ഹെലികോപ്റ്റർ ഈ എസ്കോർട്ട് പോയതാണ്. അത് സുരക്ഷിതമായ രീതിയിൽ ഇറാനിൽ ഇറങ്ങി. എന്നാൽ പ്രസിഡന്റായിരിക്കുന്ന ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും അടക്കമുള്ള ഒരു ഉന്നത സംഘത്തെ കാണുന്നില്ല. അവരെല്ലാവരും ഒരേ ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര ചെയ്തത്. അതന്നെ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മെയ് 9-ാം തീയതി മുതലുള്ള ചർച്ചകൾ ഇബ്രാഹിം റൈസിയും അതുമായി ബന്ധപ്പെട്ട സംഭവത്തിലേക്ക് നീങ്ങി. ഒരു 10 ദിവസത്തിലധികം അത് തന്നെയായിരുന്നു ചർച്ച. ആ ചർച്ച നടക്കുന്ന സമയത്തൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ ഗസക്കകത്ത് രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുകയാണ്. പിന്നീട് ജൂലൈ 31-ാം തീയതി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നു ഇറാനിൽ വെച്ച് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നു. കാര്യം ആദ്യമായിട്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ട് അവരുടെ ഒരു അതിഥിയായിരിക്കുന്ന ആളും അതേപോലെ തന്നെ ഹമാസിന്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയെ വളരെ കൃത്യതയോടുകൂടി അയാൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ താമസിക്കുന്ന റൂമിന്റെ അകത്തേക്ക് മിസൈൽ പതിച്ചുകൊണ്ട് കൊന്നത്. അപ്പൊ അതിന് കൃത്യമായിരിക്കുന്ന ചോർച്ചകൾ, അതായത് ഒറ്റുകാർ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇറാന്റെ സൈനികരിൽപ്പെട്ടവരാണോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഈ അവിടുത്തെ ഗവൺമെന്റിന് പോലും ഉണ്ടായി. വലിയ അന്വേഷണ സംഘത്തെ അതിനോട് നിയോഗിച്ചു. അന്വേഷണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ അതിലൂടെ ഉണ്ടായി. 10 ദിവസത്തിലധികം അത് തന്നെയായിരുന്നു ചർച്ച. ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടു. പിന്നെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. ആദ്യ ഘട്ടത്തിൽ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇസ്രായേൽ ഏറ്റെടുക്കുകയോ ഇസ്രായേൽ സമ്മതിക്കുകയോ ചെയ്യില്ല. 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷേ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം ഇറാൻ ഗവൺമെന്റ് പറഞ്ഞു ഇത് കൊന്നത് ഇസ്രായേലാണ്, തിരിച്ചടി ഉറപ്പാണ് എന്നുള്ളത്. അപ്പൊ അതൊരു ചർച്ചയായിരുന്നു. അപ്പോഴും യഥാർത്ഥത്തിൽ ഗസക്കകത്ത് മരണങ്ങൾ കുന്നുകൂടുകയായിരുന്നു. പിന്നെ ഹസൻ നസ്രുള്ള ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ തലവൻ, ലെബനാനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ തലവൻ കൊല്ലപ്പെടുന്നത് ശേഷം സെപ്റ്റംബർ 27-ാം തീയതിയാണ്. കൊല്ലപ്പെടുന്നു പറഞ്ഞ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഒരു പ്രതിരോധ സംവിധാനമാണ്. ഷിയ മിലീഷ്യകളാണ്. അവർക്ക് വലിയ ആയുധ സംവിധാനങ്ങളും വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ട്. അണ്ടർഗ്രൗണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ പ്രവർത്തന കാര്യങ്ങളൊക്കെ. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഇസ്രായേലുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ലെബനാൻ. അപ്പോൾ അവരുടെ നേതാവാണ് ഹസൻ നസ്രുള്ള എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലും വലിയ പ്രയാസമാണ്. അവിടെ ഇസ്രായേലിന്റെ ചാരന്മാർ ഈ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയിട്ട് ഹസൻ നസ്രുള്ള അടക്കം 20ഓളം സൈനിക കമാൻഡർമാരെ കൊല്ലപ്പെട്ടു. സെപ്റ്റംബർ 27-നാണ് ആ സംഭവം നടക്കുന്നത്. 2024 പ്രധാനമായിരിക്കും സംഭവമൊക്കെ നടന്നത് കഴിഞ്ഞ കൊല്ലമാണ്.
അപ്പോൾ അതോടുകൂടി എങ്ങനെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്ന് പ്രയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളൊക്കെ പിന്നീട് അതിനുശേഷം പുറത്തു വന്നു. അപ്പോൾ ഇതിന് ഉപയോഗിച്ച തന്ത്രങ്ങൾ, മാർഗങ്ങൾ, രീതികൾ അതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. അതിന് തൊട്ട് മുൻപാണ് പേജർ അക്രമത്തിനോടുകൂടി 10-30ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 1000ഓളം ആളുകൾക്ക് പരിക്കേറ്റു. അങ്ങനെ അതൊക്കെ വലിയ സെൻസേഷണൽ ന്യൂസായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ആ സമയത്തും ഗസയെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഇല്ലാതെ അതിങ്ങനെ പതുങ്ങി ചരമകോളത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സാഹചര്യം ഉണ്ടായപ്പോഴും യഥാർത്ഥത്തിൽ ഗസയിൽ യുദ്ധം നടക്കുന്നുണ്ട്, അവിടെ മരണങ്ങൾ നടക്കുന്നുണ്ട്, പാലായനങ്ങൾ നടക്കുന്നുണ്ട്, പട്ടിണി കിടന്നുകൊണ്ടുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ സംഭവങ്ങൾ അങ്ങനെ പോകുന്നു. പിന്നീട് യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു ഒക്ടോബർ 16-ാം തീയതി. യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ യഹ്യ സിൻവാർ എന്ന് പറയുന്ന വ്യക്തിയെ ബോംബ് സ്ഫോടനത്തോട് കൊലപ്പെടുത്തുന്നില്ല, അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടതിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഇസ്രായേലിന്റെ IDF ഉണ്ടായി. ആദ്യം അത് മനസ്സിലായിട്ടില്ലെങ്കിലും യഹ്യ സിൻവാർ പോലെയുള്ള ഒരാളെ തോന്നുന്നുണ്ട് എന്നൊക്കെ അവര് ഈ പട്ടിക കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഖമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പരിശോധിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വിരൽ മുറിച്ച് കൊണ്ടുപോയിട്ട് അവർ ലാബിൽ പരിശോധന നടത്തി. യഹ്യ സിൻവാർ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബോഡി എടുത്ത് കൊണ്ടുപോയെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഈ ഡിസംബർ 8-ാം തീയതി ബഷർ അസദ് നാട് വിട്ടു പോകുന്നു. എന്ന് വെച്ചാൽ സിറിയയിൽ ഭരണം അട്ടിമറിയുന്നു. അവിടെ തീവ്രവാദി ഗ്രൂപ്പുകൾ ഭരണം പിടിച്ചെടുക്കുന്നു. ബഷർ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വന്നു. ഒരു രാജ്യം അട്ടിമറിയാൻ പോവുകയാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണ്, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ രാജ്യം അട്ടിമറിച്ചത് എന്ന് അസദ് റഷ്യയിൽ വെച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു. അതോടുകൂടി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഗസക്കകത്ത് യുദ്ധം നടക്കുന്നുണ്ട്, മരണങ്ങൾ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നേ ഇല്ല ലോകം, അറബ് രാജ്യങ്ങളും സംസാരിക്കുന്നില്ല. കാരണം അവരവരുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. 2025 ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് 28-ാം തീയതി യമന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നത്. അപ്പോൾ യമന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചാ സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഈ രഹസ്യമായിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ചോർച്ച നടന്നിട്ടുണ്ടോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10 ദിവസം അങ്ങോട്ട് പോയി. പിന്നീട് നടന്നിരിക്കുന്ന 2 പ്രധാന സംഭവം, പിന്നീട് അതിന് മുമ്പ് തന്നെ ജൂൺ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇറാൻ ആക്രമിക്കുന്നത്. ഇറാൻ ആക്രമിച്ചതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ അത് തന്നെയായിരുന്നു ചർച്ച. ആ യുദ്ധം തീരുന്ന 12 ദിവസവും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചയും ഇറാന്റെ തിരിച്ചടികളും അതിന്റെ ശക്തമായിരിക്കുന്ന തകർച്ച ഇസ്രായേൽ നേരിട്ടതും ഇപ്പോഴും നൂർന്ന് നിൽക്കാൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള നാശനഷ്ടം അനുഭവിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം ഉണ്ടായതെല്ലാം ഇസ്രായേൽ ഇറാൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതായിരുന്നു പ്രധാനമായിരിക്കുന്ന ചർച്ച. ഇവിടെ ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 9-ാം തീയതി ഖത്തറിനെ ആക്രമിച്ചു. ചർച്ച വീണ്ടും മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. പറയുന്ന കാര്യം 10-15ഓളം സംഭവങ്ങൾ, വളരെ പ്രധാനപ്പെട്ടതും രാഷ്ട്രഭരണാധികാരികൾ അടക്കമുള്ള ഉന്നതർ കൊല്ലപ്പെട്ട വിഷയങ്ങളും രാജ്യം ആക്രമിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം വലിയ ചർച്ചകൾ വരുന്നു. ആ ചർച്ചയിൽ നിന്ന് ഗസയുടെ ചിത്രങ്ങൾ മാഞ്ഞു പോകുന്നു. ഗസയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാതെ വരുന്നു. അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഗൾഫ് സന്ദർശനത്തിന് വേണ്ടി കഴിഞ്ഞ മാസം ഒരു മാസം കഴിഞ്ഞു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ 3 രാജ്യം സന്ദർശിക്കുന്നു. വലിയ ദശകോടികളുടെ വിനിമയ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നു. അത് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, രാജ്യത്തെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ആയുധം വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഖത്തറിൻ്റെ വക ഒരു വിമാനം ഗിഫ്റ്റായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രത്തിൻ്റെ വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഗസയിൽ അപ്പോഴും കൂട്ടക്കുരുതി നടക്കുന്നു, പട്ടിണി മരണങ്ങൾ നടക്കുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതേക്കുറിച്ച് ട്രംപ് സംസാരിച്ചിട്ടില്ല. അതിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറബ് രാജ്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ റൂട്ട് പോകുന്നത് നോക്കണം. 2 തരത്തിലാണ്. ഈജിപ്തും ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്ന സമയത്തും ഇസ്രായേൽ കൂട്ടക്കുരുതിയുണ്ട്. നമ്മളീ പറയുന്ന ഓരോരോ നിമിഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തിൻ്റെ നിമിഷങ്ങളാണ്. ഗസയെ സംബന്ധിച്ചിടത്തോളം മരണം കാത്തു നിൽക്കുന്ന ആളുകൾ
മരണത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന നിമിഷങ്ങളാണ്. രണ്ടും തമ്മിലുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യവും അവരുടെ അസ്വാതന്ത്ര്യവും തമ്മിൽ തുലനം ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമാണ് ഇപ്പോഴത്തെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഗസക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ ആളില്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന്.